ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രമേഹ നിയന്ത്രണം ആയുർവേദത്തിൽ എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രമേഹം തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ആയുർവേദ ചികിത്സാ മാർഗങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ VS രഞ്ജുമോളാണ്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളുമായി സംശയങ്ങളുമായി ഹലോ ഡോക്ടറിലേക്ക് വിളിക്കാം താഴെ കാണുന്ന നമ്പറിൽ. ഡോക്ടർ, പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പലപ്പോഴും പ്രായഭേദമന്യേ പലർക്കും പ്രമേഹം കണ്ടുവരുന്നു. ഈ ഒരു പ്രമേഹത്തിന് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുവാനും തയ്യാറാകുന്നൊരവസ്ഥയാണ് ഇന്നുള്ളത്. കാരണം അത്രയധികം നമ്മുടെ നിത്യജീവിതത്തെ പ്രമേഹം ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ പ്രമേഹം വരാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം മാർഗങ്ങളാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്? പ്രമേഹം നമുക്കെല്ലാവർക്കും അറിയാം. ഇതിൽ നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അനിയന്ത്രിതമായിട്ട് വർദ്ധിക്കുന്ന അവസ്ഥയാണ്. ഇത് ഇന്ത്യയിലെ 10 കോടിയിലധികം ജനങ്ങളെ ഇപ്പോൾ അഫക്റ്റഡ് ആയിട്ടുണ്ട്. കേരളത്തിൽ ഇതിൻ്റെ അളവ് 25% ആകുന്നുമുണ്ട്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് ഉണ്ടാകുന്നത് മെയിനായിട്ടും ജീവിതശൈലികൾ കൊണ്ടാണ്. ഇതൊരു ജീവിതശൈലി രോഗമാണ്. അപ്പോൾ ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം രോഗം ഉണ്ടാകുന്നതിന് കാരണമെന്ത്, ആ കാരണത്തിനെ പരിഹരിച്ചിട്ട് വേണം ബാക്കി ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാൻ. അത് നിങ്ങളുടെ ശീലങ്ങൾ എന്തൊക്കെയാണ്, ആ ശീലങ്ങളിൽ നിന്നാണ് ആയുർവേദ ചികിത്സ ആരംഭിക്കുന്നത്. അപ്പോൾ അതിനനുബന്ധമായിട്ടുള്ള ആഹാരത്തിലും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദത്തിൽ ഉള്ളത്. ഡോക്ടർ പറഞ്ഞല്ലോ ഈ ഒരു പ്രമേഹം എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണെന്ന്. പലപ്പോഴും ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി അത്ര കണ്ട് ആരോഗ്യപ്രദമാണെന്ന് പറയാനാവില്ല. നമ്മുടെ ജോലി അല്ലെങ്കിൽ അത് തുടർന്നിട്ടുള്ള നമുക്ക് ലഭിക്കുന്ന ഭക്ഷണങ്ങൾ, ഭക്ഷണക്രമങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്കൊരു നല്ല ആരോഗ്യപ്രദമായ ഒരു ജീവിതശൈലിയാണെന്ന് പറയുവാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. നമ്മുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രമേഹത്തെ എത്ര കണ്ടാണ് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും ശീലങ്ങളെ മാറ്റിക്കളഞ്ഞാൽ തന്നെ അവിടെ രോഗത്തെ നിയന്ത്രിക്കാനാകും. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആഹാരത്തിൽ ഫാസ്റ്റ് ഫുഡ് കൂടുതലായിട്ടും കഴിക്കുക, അതായത് എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ ബേക്കറി ഫുഡുകൾ, അല്ലെങ്കിൽ ടിൻഡ് ബോട്ടിൽഡ് കിട്ടുന്ന നമ്മളുടെ ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ് പോലുള്ളത്, അങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ അമിതമായിട്ട് കഴിക്കുമ്പം അത് ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷനിലേക്ക് നയിക്കുകയും ഗ്രാജുവലി അത് പ്രമേഹമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലായ്മ വലിയൊരു കാരണമാണ്. അപ്പം വ്യായാമക്കുറവ് എന്ന് പറയുമ്പം നമ്മൾ എത്ര ആഹാരം കഴിക്കുന്നു അതിനനുസൃതമായിട്ട് വ്യായാമം ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ശരീരത്തിൽ യൂട്ടിലൈസ്ഡ് ആയിട്ട് വരുന്നത്. അതായത് നമ്മളുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ വൈറ്റമിൻസും മിനറൽസും എല്ലാം വേണ്ടത്ര രീതിയിൽ ആഗിരണം ചെയ്യണമെങ്കിൽ അവിടെ എക്സസൈസ് വേണം. അപ്പോൾ ആ എക്സസൈസ് വേണ്ട രീതിയിൽ കിട്ടാത്തത് കൊണ്ടാണ് ശരീരത്തിൽ ഈ പറഞ്ഞ മെറ്റബോളിസത്തിൻ്റെ എററുകൾ ഉണ്ടാകുന്നത്. അതായത് ഡയബറ്റീസ് ആയിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റ് പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ആൽക്കഹോളിൻ്റെ യൂസ്, സ്മോക്കിങ്, അതുപോലെ തന്നെ സ്ട്രെസ് അധികമായിട്ട് ജോബ് റിലേറ്റഡ് ആയുള്ള സ്ട്രെസ് ആകാം, ഉറക്കമില്ലായ്മയാകാം, ഇതെല്ലാം തന്നെ പ്രമേഹത്തിന് കാരണം ആവുന്നതാണ്. അപ്പോൾ ഇതിനെയെല്ലാം ഒരു ആഹാരമോ ഒരു ഫുഡ് കൺട്രോൾ ചെയ്ത് ഒരു എക്സസൈസിൽ കൊണ്ടുവന്ന് കൺട്രോൾഡാക്കി അതിനുശേഷം നല്ല രീതിയിൽ ഉറക്കവും കൂടെ കിട്ടി സ്ട്രെസ്സിനെ കൂടി കുറയ്ക്കുന്ന രീതിയിലുള്ള ചികിത്സ ചെയ്താൽ മാത്രമേ ഇത് ഫലപ്രദമാവുകയുള്ളൂ. ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക ചേരുകയാണ്. എറണാകുളത്ത് നിന്നും സിന്ധു ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എനിക്ക് ഹലോ ഡോക്ടർ, പറഞ്ഞോളൂ. 25 വർഷമായിട്ട് ഡയബറ്റിക്കാണ്. ഹലോ പറഞ്ഞോളൂ. 25 വർഷമായിട്ട് ഡയബറ്റിക്കാണ്. ഓക്കെ. അപ്പൊ ഉറക്കം തീരെയില്ല. പിന്നെ ഈ കാലിന്റെ ഇടയില് നമ്മുടെ തള്ളവരലിന്റെ ഇടയിൽ ഒരു മുറിവ് വന്നിട്ട് അത് ഉണങ്ങാനുള്ളത്. അതിപ്പോ 8 മാസത്തോളമായി. ഓക്കെ. എത്രയുണ്ടായിരുന്നു ഫാസ്റ്റിംഗ് ഷുഗർ? ഫാസ്റ്റിംഗ് ലാസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും 170 170. ഏത് മെഡിസിനാണ് കഴിക്കുന്നത്? ഞാൻ ഹ്യൂമൻ മിക്സ്ഡ് ഇൻസുലിൻ. എന്തോ? ഹ്യൂമൻ മിക്സ്ഡ് ഇൻസുലിൻ. ഓക്കെ. 25. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ 45 വയസ്സ്. 45 വയസ്സ്. ഓക്കെ. പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷമാണോ ഡയബറ്റീസ് വന്നത്? ഇല്ല, അതിന് മുമ്പുണ്ട്. അതിന് മുമ്പേ ഉണ്ട്. ഫാമിലിയിൽ അച്ഛനും അമ്മയ്ക്ക് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? വീട്ടിലെല്ലാവർക്കും. ഓക്കെ. അതൊരു ഫാമിലിയിൽ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രായത്തിൽ തന്നെ അത് വന്നതിന് കാരണമാവുന്നത്.
ഓക്കെ. ഈ ഇതിൻ്റെ കൂടെ ഇപ്പം നിങ്ങളിപ്പോൾ കഴിക്കുന്ന മരുന്നിനോടൊപ്പം തന്നെ ആയുർവേദ മെഡിസിനും കൂടെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഒരു പരിധി നമുക്കത് കൺട്രോൾ ചെയ്ത് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. വൂണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനുള്ള ആയുർവേദ ചികിത്സകൾ ലഭ്യമാണ്. അപ്പം നിയർ ബൈ ഉള്ള ഏതെങ്കിലും ആയുർവേദ ആശുപത്രിയിലൊന്ന് ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഫലപ്രദമായ ചികിത്സയാണ് ആയുർവേദത്തിലുള്ളത്. ഓക്കെ. എനിക്കിപ്പോ യൂറിൻ പാസ് ചെയ്യുമ്പോഴത്തേക്കും പത പോലെ വന്നിട്ടുണ്ട്. അത് യൂറിനും ഉണ്ടാവും, അതങ്ങനെ ഉണ്ടാവും. ഡയബറ്റീസ് കൺട്രോൾഡ് അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു ബ്ലഡിൽ HbA1c ലെവലും കൂടെ ഒന്ന് മോണിറ്റർ ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കേണ്ടത്? ആയുർവേദ ഹോസ്പിറ്റൽ ഏതാ നല്ലത്? ഞാൻ വർക്ക് ചെയ്യുന്നത് തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ആയുർവേദ കോളേജിലാണ്. അതല്ലാതെ നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും ഗവൺമെൻറ് ആശുപത്രിയിലോ അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ഫിസീഷ്യന്മാരെയോ കാണാവുന്നതാണ്. ഡോക്ടറെ കാണാൻ പറ്റുമോ വന്നാല്? കാണാമല്ലോ. എത്ര മണിക്ക് വരണം ഡോക്ടറെ കാണണമെങ്കിൽ? എല്ലാ ദിവസവും ഉണ്ടാവും. വെള്ളിയാഴ്ചയാണ് OP. വെള്ളിയാഴ്ച ദിവസം. ബുക്ക് ചെയ്യേണ്ടി വരുമോ? ഇല്ല, വേണ്ട. അവിടെ നേരിട്ട് വന്നാൽ മതി. ശരി. ഓക്കെ, പ്രേക്ഷകയ്ക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രേക്ഷക ചോദിച്ച ഈ ഒരു പ്രശ്നം പലപ്പോഴും ഈ പ്രമേഹവും പ്രമേഹത്തെ തുടർന്ന് അതിനുശേഷം ശരീരത്തുണ്ടാകുന്ന മുറിവുകൾ, ഈ മുറിവുകൾ ഉണങ്ങാതിരിക്കുക, ഇതൊക്കെ പലരിലും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. പലർക്കും ഇതിനൊരു പരിഹാരം കാണാനാവാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ ഇതിന് കൃത്യമായ ചികിത്സയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. ആ ചികിത്സ ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. അതായത് നമ്മൾ പ്രമേഹം വന്നോ ഇല്ലയോ എന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ HbA1c മോണിറ്റർ ചെയ്യുന്നത് വഴിയാണ്. അതായത് നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും, ഒരു 35 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ള എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും HbA1c മോണിറ്റർ ചെയ്യേണ്ടതാണ്. HbA1c ലെവല് 5.7 വരെ ആണെങ്കിൽ നോർമൽ ലിമിറ്റാണ്. അത് 5.7നും 6.4നും ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് ഒരു സ്റ്റേജിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നിങ്ങളുടെ ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യുകയും ജസ്റ്റ് എക്സസൈസ് ഒന്ന് ചെയ്യുകയും ചെയ്യുന്നത് വഴി ഈ പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞ ലെവലിൽ തന്നെ നിങ്ങൾക്ക് കൺട്രോൾഡ് ആയിട്ട് പോകാം. ആ ഡയബറ്റീസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യത്തില്ല. എന്നാൽ ഈ ഡയബറ്റീസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആ ഡയബറ്റീസിന് നമ്മൾ മെഡിസിൻസ് കൃത്യമായിട്ട് എടുക്കണം. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് അമിതമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ഡയബറ്റീസിൻ്റെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കാർഡിയോവാസ്കുലർ ഡിസീസ്, അല്ല ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു ചാൻസ് കൂടുതലായിരിക്കും, അല്ലെ സ്ട്രോക്ക് വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഇതൊന്നും അല്ലാതെ ഒരു 10 വർഷത്തിലേറെ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് കണ്ണിനെ ബാധിച്ചിട്ട് ഡയബറ്റീസ് റെറ്റിനോപ്പതി ആകാം, അല്ലെങ്കിൽ ഞരമ്പുകളെ ബാധിച്ചിട്ട് ന്യൂറോപ്പതി ആകാം, അല്ലെങ്കിൽ കിഡ്നിയെ ബാധിച്ചിട്ട് നെഫ്രോപ്പതിയും ആകാം. അതും അല്ല എങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്നത് ഡയബറ്റിക് അൾസർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം ഇതിനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് പോകണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡിലെ ഷുഗറിൻ്റെ അളവ് നോർമലാക്കി തന്നെ കൊണ്ടുപോകണം. ഈ ഷുഗറിൻ്റെ ലെവൽ അൺകൺട്രോൾഡ് ആകുമ്പോഴാണ് ഈ പറഞ്ഞിരിക്കുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഉണ്ടാകുന്നത്. അപ്പം അതിന് ഇത് ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരാൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ ഞാനൊരു കഷായം പറഞ്ഞാൽ ആ കഷായം തന്നെ എല്ലാവർക്കും ഒരുപോലെ എഫക്റ്റീവ് ആകണമെന്നില്ല. അത് ഓരോ വ്യക്തിയുടെയും ശരീരത്തിൻ്റെ അവസ്ഥ അനുസരിച്ചാണ്, അവരുടെ പ്രകൃതി അനുസരിച്ച്, അവരുടെ അപ്പറ്റൈറ്റ് വിശപ്പിൻ്റെ അളവനുസരിച്ചിട്ട്, അവരുടെ ശരീരത്തിലുള്ള ശോധനത്തിൻ്റെ സ്വഭാവം അനുസരിച്ചൊക്കെയാണ് നമ്മളൊരു മരുന്ന് എഴുതുന്നത്. അപ്പം ഓരോ വ്യക്തിക്കും ഓരോ ചികിത്സയാണ് വേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും നമ്മളിപ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഷുഗറിന് ഇന്ന മരുന്ന് നല്ലതാണ്, ഷുഗറിന് അത് നല്ലതാണ്. ആ ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ പോകാതെ എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രം മരുന്ന് കഴിക്കുക. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചിരിക്കുകയാണ്, കോട്ടയത്ത് നിന്നും സുനിൽ ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം. എനിക്ക് എൻ്റെ ഒരു സുനിലാണ്. ഓക്കെ. എനിക്ക് 54 വയസ്സായി. അപ്പൊ എനിക്ക് ഈ കൊറോണ കഴിഞ്ഞപ്പോഴേ ഷുഗർ ഒക്കെ വന്നു. ഓക്കെ. ഇപ്പം പഴയതുപോലെ ശരീരമൊക്കെ ഭയങ്കര ക്ഷീണിച്ചു. ഓക്കെ. ഷുഗർ കൺട്രോൾഡ് ആണോ? ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോ ഫുഡ് കഴിച്ചിട്ട് 166. 166 ഉണ്ട്. മെഡിസിൻസ് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ആ മെഡിസിൻ എടുക്കും. ഞാൻ സർക്കാർ ഹോസ്പിറ്റലിൽ നിന്നുള്ള മെഡിസിൻ, അത് ഈ കുറഞ്ഞ ഗുളികയാണ്. അത് കുഴപ്പമില്ല. കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ? ഉണ്ട്. സ്കിപ്പ് ചെയ്യുന്നില്ലല്ലോ?
മരുന്ന് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നില്ലല്ലോ? ഇല്ല. ഇല്ല. ഓക്കെ. കൺട്രോൾഡ് ആക്കി കൊണ്ടുവരണം. ഒരു 110 താഴെ ആക്കണം നിങ്ങളുടെ ഷുഗറിൻ്റെ ലെവല്. അപ്പം നിങ്ങൾ എക്സസൈസ് വല്ലതും ചെയ്യുന്നുണ്ടോ? നേരത്തെ നടക്കാനൊക്കെ പോകുമായിരുന്നു. ഓക്കെ. പെട്ടെന്ന് 1 കിലോമീറ്റർ അങ്ങനെയൊന്നും നടക്കണ്ട. ഒരു 15 മിനിറ്റെങ്കിലും വീടിന് ചുറ്റിനുമെങ്കിലും ഒന്ന് നടക്കുന്നത് കുറച്ചും കൂടെ സേഫാണ്. ഒത്തിരി ദൂരം വേണ്ട. ഒരു 15 മിനിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. അത് പതുക്കെ ഒരു അരമണിക്കൂർ 1 മണിക്കൂറിലേക്ക് കൊണ്ടെത്തിക്കുക. അതായത് ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ 1 മണിക്കൂർ നടക്കുന്ന രീതിയിൽ പതുക്കെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരിക. എക്സസൈസ് വളരെ പ്രധാനമാണ് ചെയ്യുന്നതിന്. അതിൻ്റെ കൂടെ ആയുർവേദ മെഡിസിൻസും കൂടി കഴിക്കാൻ പറ്റുമെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അടുത്ത ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറിനെ കാണേണ്ടതാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥയെന്ന് എനിക്കിപ്പം കേട്ടിടത്തോളം ഒരു 56 വയസ്സായി. കുറച്ചും കൂടെ ശരീരത്തിനെ സംരക്ഷിക്കേണ്ട സമയമാണിത്. കുറച്ച് കാലിലും കയ്യിലുമൊക്കെ എണ്ണയൊക്കെ തേച്ച് കാലിലെ ഞരമ്പുകളൊക്കെ ഒന്ന് വീക്കാകാത്ത രീതിയിൽ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ കൃത്യമായിട്ട് നിങ്ങൾ ആഹാരവും എക്സസൈസും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയാൽ ഡയബറ്റീസ് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ. ഹലോ. പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം 1 മണിക്കൂറൊന്നും നടക്കേണ്ടതില്ല, പെട്ടെന്ന് 1 മണിക്കൂറൊന്നും നടക്കേണ്ടതില്ല, ഒരു 10-15 മിനിറ്റ് നടന്നാൽ മതി എന്ന് പറഞ്ഞല്ലോ. ഈ നമ്മുടെയൊക്കെ ഒരു പൊതുവായ സ്വഭാവം വെച്ചിട്ട് ഇങ്ങനൊരു ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ ആ ഒരു ആരോഗ്യ പ്രശ്നത്തിന് വ്യായാമം ഒരു പ്രശ്നമാണെന്ന് കരുതിയാൽ നമ്മൾ പെട്ടെന്ന് തന്നെ വ്യായാമത്തിലേക്ക് കടക്കും. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നടക്കുക, ജിമ്മിൽ പോവുക. പെട്ടെന്ന് നമ്മുടെ ശരീരം അതിനോട് പൊരുത്തപ്പെടാതിരിക്കുകയും തുടർന്ന് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുന്നൊരു സാഹചര്യം കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രമേഹത്തെ നിയന്ത്രിക്കാൻ വ്യായാമം അത്യാവശ്യമാണെങ്കിൽ അത് ഏത് രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം നിരന്തരം യൂട്യൂബിലോ അല്ലെങ്കിൽ പത്രത്തിലോ വാർത്തകളായിട്ട് കാണാറുണ്ട്. നടക്കുന്ന വഴിയിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു, അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അതായത് നമ്മൾക്ക് പെട്ടെന്നായിരിക്കും നമുക്ക് തോന്നലുണ്ടാവുന്നത്, ഇന്ന് മുതൽ ഞാനൊന്ന് എക്സസൈസ് ചെയ്ത് തുടങ്ങാം. അപ്പം നമ്മളൊരു ആവേശത്തിന് പെട്ടെന്ന് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അല്ലെങ്കിൽ 4 കിലോമീറ്ററൊക്കെ നടക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഈ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ രക്തോട്ടം കൂടും, ഹാർട്ടിലുള്ള പമ്പിങ് കൂടുതലാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഹാർട്ടിൽ ലോഡ്ജ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും നമ്മൾ ഒരു സ്ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു എക്സസൈസ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യണ്ട. ഗ്രാജുവലി നമുക്ക് അത് നമ്മുടെ ശരീരത്തിന് ആപ്റ്റ് ആവുന്ന രീതിയിൽ കുറേശ്ശെ നമുക്കതിൻ്റെ തോത് വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് ഞാൻ പൊതുവേ എല്ലാവരോടും പറയുന്നത്, സ്റ്റാർട്ടിങ് നിങ്ങളൊരു 15 മിനിറ്റ് നടക്കും, നിങ്ങൾക്ക് ഇത് അരമണിക്കൂർ കൂടുതൽ നടക്കാനുള്ള ആരോഗ്യം ഉണ്ടാകും. എന്നാലും നിങ്ങളൊരു 15 മിനിറ്റ് നടക്കൂ. 15 മിനിറ്റിൽ നിന്ന് പതുക്കെ അത് അരമണിക്കൂറിലേക്കും 3/4 മണിക്കൂറിലേക്കും 1 മണിക്കൂറിലേക്കും ഒക്കെ നമുക്ക് എത്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം അതിനോട് കുറച്ചും കൂടെ അഡ്ജസ്റ്റബിൾ ആകും. പതുക്കെ നമ്മുടെ മെറ്റബോളിസം ഒക്കെ കറക്റ്റഡായി തീരുകയും ചെയ്യും. ഹലോ ഡോക്ടർ, തുടരുന്നു. ഡോക്ടർ, പ്രമേഹം എന്ന് പറയുന്നത് പലപ്പോഴും ഒറ്റയ്ക്ക് വരുന്നൊരു അസുഖമാവില്ല. ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ മറ്റു പല രോഗങ്ങളോടൊപ്പമോ അല്ലെങ്കിൽ ഗുരുതര രോഗങ്ങളുള്ളവർക്ക് പോലും പ്രമേഹം ഉണ്ടാവാം. അപ്പം അങ്ങനെ മറ്റൊരു രോഗമുള്ള ഒരു വ്യക്തിക്ക് പ്രമേഹത്തിനുള്ള ചികിത്സ ആയുർവേദത്തിൽ എങ്ങനെയായിരിക്കും? പൊതുവേ പ്രമേഹത്തിന് മറ്റ് അനുബന്ധ രോഗങ്ങൾ ഉണ്ടാകുന്നതിനേക്കാളും ഇപ്പം നമ്മളൊരു ഹാർട്ട് അറ്റാക്ക് അല്ല കാർഡിയോവാസ്കുലർ ഡിസീസിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിൽ പ്രധാനമായും അമിതവണ്ണം, ഹൈപ്പർ ടെൻഷന്, പ്രമേഹം, കൊളസ്ട്രോൾ ഇതൊക്കെ കാരണമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ അമിതവണ്ണം എപ്പോഴും പ്രമേഹത്തിന് ഒരു കാരണമാണ്. നമ്മുടെ ഓവർ വെയ്റ്റ് കാരണം, അല്ലെ ഒബേസിറ്റി, ഓവർ വെയ്റ്റ് ഒബേസിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒബേസിറ്റി കാരണം അല്ലെങ്കിൽ അതുകൊണ്ട് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ എപ്പോഴും നമ്മളുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന് ചിലപ്പോൾ കാർഡിയക് കംപ്ലയിൻ്റ് ഉള്ളവരായിരിക്കും, പ്രമേഹ രോഗിയായിരിക്കും, എന്നാൽ കാർഡിയക് കംപ്ലയിൻറ്റും കൂടെ ഉള്ളവരായിരിക്കും. അപ്പം നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് ആ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യത്തക്ക രീതിയിലുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. ഇനി അതുകൂടാതെ തന്നെ നമ്മളുടെ മെഡിസിൻ എപ്പോഴും ഒരു റെജുവിനേഷൻ ആസ്പെക്റ്റിലാണ് ട്രീറ്റ്മെൻറ്റിൽ എടുക്കുന്നത്. അതായത് ഇതിൻ്റെ അത് കോശങ്ങളുടെ നശീകരണമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ എപ്പോഴും ഈ പ്രമേഹത്തിൻ്റെ അഗ്രൌഷധം എന്ന് പറയുന്നത് തന്നെ നെല്ലിക്കയും പച്ചമഞ്ഞളുമാണ്. അതിൽ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് വൈറ്റമിൻ റിച്ച് ആണ്, അത് സെല്ലുകളുടെ റീജനറേഷന് നല്ലതാണ്. നമ്മുടെ ആചാര്യൻ
പണ്ടേ എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഈ നെല്ലിക്കയാണ് ഏറ്റവും നല്ലത് പ്രമേഹത്തിനെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾക്ക് എല്ലാത്തിനും ഒരു റെജുവിനേഷൻ പ്രോപ്പർട്ടി ഉള്ള മരുന്നുകളായിരിക്കും നമ്മൾ കുറച്ചും കൂടെ പ്രമേഹത്തിന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം മറ്റുള്ള രോഗങ്ങളെയും കൂടെ കൺസിഡർ ചെയ്തിട്ട്, അതായത് അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഓരോ വ്യക്തിക്കും ഓരോ ചികിത്സ എന്നതിനോടേക്കാൾ ഉപരി ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന രോഗങ്ങളും അനുബന്ധ രോഗങ്ങളും വ്യത്യാസമായിരിക്കും, അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥ വ്യത്യാസമായിരിക്കും. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു ആയുർവേദ ഡോക്ടറും മരുന്ന് എഴുതാൻ. അപ്പോൾ അങ്ങനെയുള്ള ചികിത്സാ രീതി വളരെ ഫലപ്രദമായിട്ട് ചെയ്യാവുന്നതാണ്. ഡോക്ടർ ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തർക്കും ചികിത്സ ഓരോ വിധത്തിലായിരിക്കും. പലപ്പോഴും ആയുർവേദ ചികിത്സയിലൂടെ പ്രമേഹം എത്രത്തോളം നിയന്ത്രിക്കുവാനാകും, അല്ലെങ്കിൽ ഈ ഒരു ആയുർവേദ ചികിത്സയാണെങ്കിൽ പഥ്യം വളരെ വലുതായിരിക്കില്ലേ, അതൊരു ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെയുള്ള ചിന്തകൾ കാരണം ആയുർവേദ ചികിത്സയുടെ മുഖം തിരിക്കുന്നവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. ഈ പ്രമേഹ ചികിത്സയിൽ ആയുർവേദം നൽകുന്ന പഥ്യം എപ്രകാരമാണ്? അതൊരു ബുദ്ധിമുട്ടേറിയ ഒന്നാണോ? പഥ്യം വളരെ പ്രധാനമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ചും കൂടെ ആളുകൾക്ക് കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ ആഹാരം സജസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ സ്ട്രിക്ട്ലി കുറയ്ക്കണം. അതിനിപ്പം അരിയാഹാരമാണെങ്കിൽ ഉച്ചയ്ക്ക് മാത്രം അരിയാഹാരം നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പം രാവിലെയും വൈകുന്നേരവും അതിന് അരിയാഹാരം അല്ലാത്ത വേറെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യാൻ പറയുന്നത്. അപ്പം അതിൽ ആയുർവേദത്തിൽ പറയുന്നതിൽ മില്ലറ്റ്സ് കുറച്ചും കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പറയും. മില്ലറ്റ്സിന് കുറച്ചും കൂടെ പ്രമേഹത്തിന് ഡയറ്റ്, അതായത് ഫൈബർ റിച്ച് ആണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. എപ്പോഴും ഭക്ഷണ പദാർത്ഥങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഫൈബർ കണ്ടൻറ്റുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ധാന്യങ്ങളും ഒക്കെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പോൾ അതിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ധാന്യങ്ങളിൽ പ്രധാനമാണ് മില്ലറ്റ്സ്. മില്ലറ്റ്സിന് കുറച്ചും കൂടെ നമുക്ക് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നാൽ അത് നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നതും നല്ലതല്ല. അതായത് എല്ലാ ദിവസവും നിങ്ങൾ രാത്രി മില്ലറ്റ്സ് കഴിക്കൂ എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ആഴ്ചയിൽ 1, 2, 3 ദിവസം വേണമെങ്കിൽ നമുക്ക് ആഹാരത്തിൽ മില്ലറ്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്ക് ഈ ഒരു വിശദമായ ഉത്തരത്തിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നു, ബാലുശ്ശേരിയിൽ നിന്നും ഉപേന്ദ്രൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഞാൻ പോണ്ടിച്ചേരിയ. പറഞ്ഞോളൂ. ബാലുശ്ശേരിയിൽ നിന്ന് ആരോ ഇടയിൽ വന്നിട്ടുണ്ടല്ലോ. ഹലോ. ഓക്കെ, ഉപേന്ദ്രൻ ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിക്കുമ്പോൾ ടിവിയുടെ വോളിയം കുറച്ച് വെക്കണേ. അതെ, പോണ്ടിച്ചേരിയിലുള്ള ഉപേന്ദ്രനാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഓക്കെ, പറഞ്ഞോളൂ. അതായത് എനിക്കൊരു കാലിനൊരു മുറിവ് വന്നതിന് ശേഷമാണ് എനിക്ക് ഷുഗർ ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞത്. ഓക്കെ. അതിനുശേഷം അത് കൺട്രോൾ ചെയ്ത് ഏകദേശം കൺട്രോൾ ചെയ്ത് ആ മുറിവ് ഉണങ്ങി. ഓക്കെ. ഇപ്പൊ എന്റെ 3 നേരവും ഞാൻ അരി ഭക്ഷണമാണ് കഴിക്കുന്നത്. ഓക്കെ. അതിന് പ്രശ്നം ഉണ്ടാവോ? അതേമാതിരി നിങ്ങൾ പറഞ്ഞ മാതിരി വേറെ ആരോടോ പറഞ്ഞതാണ് വ്യായാമം ചെയ്യാൻ, നടക്കാൻ. ഓക്കെ. അത് ഞാൻ എന്റെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ അപ്സ്റ്റെയറിലും ഡൗൺ സ്റ്റെയറിലായിട്ട് ഇങ്ങനെ മാറി മാറി നടക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ കൂടുതലായിട്ട് ഞാൻ കഴിക്കേണ്ട വേറെ ഏതെങ്കിലും ആയുർവേദ മരുന്നല്ലാതെ അലോപ്പതിയോ മറ്റ് മരുന്നുകളോ കഴിക്കണോ? അല്ല, അത് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? നമ്മൾ ഏത് മരുന്ന് കഴിക്കുന്നു എന്നതിലല്ല കാര്യം, ഏത് മരുന്ന് കൃത്യമായിട്ട് കഴിക്കുന്നു എന്നതിലാണ് കാര്യം. അലോപ്പതി മരുന്നാണെങ്കിലും ആയുർവേദ മരുന്നാണെങ്കിലും നിങ്ങൾ കൃത്യതയോടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ നാരടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കുറച്ചും കൂടെ നല്ലതാണ്. അതായത് പച്ചക്കറികളുടെ ഉപയോഗം കുറച്ചും കൂടെ കൂട്ടണം. പച്ചക്കറികളിൽ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഉപയോഗം തീരെ കുറയ്ക്കണം. അതായത് കപ്പ, കാച്ചിൽ, ചേമ്പ്, ചേന, അതുപോലെ തന്നെ നമ്മളുടെ ഉരുളക്കിഴങ്ങ്, ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഫുഡിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് രാവിലെയും രാത്രിയിലും ആഹാരം കഴിക്കുന്നതിൽ അരി ആഹാരം ഉൾപ്പെടുത്തരുത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, രാത്രിയിലെ ആഹാരം 7:30-ക്കുള്ളിൽ കഴിക്കാൻ കഴിയുന്നത്ര ശ്രമിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം 7:30-ക്കോ 8 മണിക്കോ ഉള്ളിൽ തന്നെ ആഹാരം കഴിക്കേണ്ടതാണ്. നല്ല രീതിയിൽ ഉറക്കവും ലഭിക്കേണ്ടതാണ്. പിന്നെ വ്യായാമം ചെയ്യാന്ന് പറഞ്ഞത് നമ്മുടെ വീടിന് ചുറ്റിനുമുള്ള സ്ഥലത്ത് നിങ്ങൾ നടന്നാൽ മതി. ഓരോ ദിവസവും നടക്കുന്നതിൻ്റെ അളവ് പതുക്കെ കൂട്ടാം. ഒറ്റയടിക്ക് നടക്കണ്ട, പതുക്കെ. ആദ്യത്തെ ദിവസം 2-3 റൗണ്ട് നടക്ക്, പിന്നെ ഒരു 5 പ്രാവശ്യം ആവട്ടെ, പിന്നെ ഒരു 6 പ്രാവശ്യം ആവട്ടെ. ഓക്കെ. അത് വേറെ മരുന്ന് കഴിക്കുന്നതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ?
ഇല്ല, കൃത്യമായിട്ട് മരുന്നുകൾ കഴിക്കാം. ആയുർവേദ മരുന്നുകളിൽ നമുക്ക് എഫക്റ്റീവായുള്ള മരുന്നുകളുണ്ട്. ആയുർവേദ മരുന്ന് ആഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഏതെങ്കിലും ഒരു നല്ല ആയുർവേദ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ആയുർവേദ മരുന്നും കൂടെ കഴിക്കാവുന്നതാണ്. കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആയുർവേദ മരുന്ന് കഴിക്കാവുന്നതാണ്. ഓക്കെ, പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, ഇപ്പോൾ ഈ ഒരു പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് കൃത്യമായ രീതിയിൽ നമ്മൾ മറ്റ് മെഡിസിനോടൊപ്പം തന്നെ ആയുർവേദ മരുന്നും കഴിക്കാവുന്നതാണെന്ന്. പലപ്പോഴും ഈ പ്രമേഹത്തിന് കഴിക്കുന്ന മരുന്നുകൾക്ക് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവാം, ഭാവിയിൽ അത് മറ്റ് പല പ്രശ്നങ്ങളിലേക്കും എത്തിക്കാം, അങ്ങനെയുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആയുർവേദ മരുന്ന് പ്രമേഹത്തിൽ എടുക്കുന്നതിലൂടെ ഭാവിയിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു മരുന്നിൻ്റെ പ്രയോജനം എത്രത്തോളം നമുക്ക് ഭാവിയിലേക്ക് കൂടി പ്രയോജനം ചെയ്യും? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ എപ്പോഴും ഒരു റെജുവിനേഷൻ പ്രോപ്പർട്ടിയുള്ള മെഡിസിൻസ് ആയിരിക്കണം ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് റെജുവിനേഷൻ എന്ന് പറയുമ്പോഴേ അറിയാം രസായനമാണ്. അത് കുറച്ചും കൂടെ സെല്ലുകളെ റീജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മരുന്നുകളാണ് കുറച്ചും കൂടെ കൊടുക്കുന്നത്. പ്യുവർ ഹെർബൽ മെഡിസിൻസ് ആണെങ്കിൽ അതൊരിക്കലും കോംപ്ലിക്കേഷനിലേക്ക് നയിക്കത്തില്ല. ഈ പറഞ്ഞ അതല്ല, അതുകൊണ്ടാണ് പൊതുവെ ആയുർവേദത്തിന് സൈഡ് എഫക്റ്റ് കുറവാണ് എന്ന് പറയുന്നത്. കാരണം ഹെർബൽ മെഡിസിൻസ് പൊതുവെ നമ്മൾ അത് ഇത്രയും കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ, കൃത്യമായ ഡോസിൽ കൃത്യമായ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല. പിന്നെ ഈ ഓരോ വ്യക്തിക്കുമുള്ള മെഡിസിൻ എടുക്കുന്ന ഡ്രഗ്സ് വ്യത്യാസമായിരിക്കണം. അത് ഡ്രഗ്സ് മീൻസ് നമ്മൾ എടുക്കുന്ന മരുന്നുകളിൽ വ്യത്യാസമുണ്ടായിരിക്കും. അപ്പം അത് വെച്ചിട്ടാണ് ഈ പറയുന്ന സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വേറെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പറയുന്നത്. അപ്പം അവനവൻ്റെ ശരീരത്തിന് അനുയോജ്യമായ ഒരു മരുന്നാണ് ഡോക്ടർ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ ഇഷ്യൂസ് ഉണ്ടാവത്തില്ല. പ്രത്യേകിച്ച് പാർശ്വഫലങ്ങളൊന്നും ഇന്നുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ഡോക്ടർ, പ്രമേഹത്തിന് കഴിക്കുന്ന മരുന്നുകളോടൊപ്പം തന്നെ ഭക്ഷണത്തിലും വളരെയധികം ശ്രദ്ധിക്കണമെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. അതെ, കൃത്യമായി കഴിക്കേണ്ട, നിർബന്ധമായി നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഒരു പ്രമേഹ രോഗി? അതെ, നാരടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത്. നാരടങ്ങിയതെന്ന് പറഞ്ഞാൽ പടവലങ്ങ, പാവയ്ക്ക, പീച്ചിങ്ങ, അങ്ങനെയുള്ള പച്ചക്കറികൾ, അതായത് വെയിൽ കൊണ്ട് വളരുന്ന പച്ചക്കറികളെന്ന് നമ്മൾ പറയും. അതായത് ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ വെയിൽ കൊണ്ട് വളരുന്ന പച്ചക്കറികൾ ധാരാളമായിട്ട് നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. ഫലവർഗ്ഗങ്ങൾ വെച്ച് നോക്കുമ്പം ലോ ഗ്ലൈസെമിക് ഇൻഡെക്സിൽ പെടുന്ന, നിങ്ങൾ നെറ്റിൽ അടിച്ചു കൊടുത്താൽ അറിയാൻ പറ്റും ലോ ഗ്ലൈസെമിക് ഇൻഡെക്സിൽ ഉൾപ്പെടുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന്. ആപ്പിള്, അതുപോലെ തന്നെ മാതള നാരങ്ങ, സ്ട്രോബെറി, അങ്ങനെയുള്ള ഫലവർഗ്ഗങ്ങൾ, പേരയ്ക്ക ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള ഫലവർഗ്ഗങ്ങൾ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പിന്നെ ധാന്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ആയുർവേദം നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ചെറുപയർ കുറച്ചും കൂടെ പ്രോട്ടീൻ റിച്ച് ആണ്. എല്ലാ ദിവസവും കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആഴ്ചയിൽ 1-2 ദിവസം നിങ്ങൾക്ക് ചെറുപയർ കഴിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കഴിക്കാവുന്നത് മില്ലറ്റ്സ് ആണ്. മില്ലറ്റ്സ് കുറച്ചും കൂടെ ആഴ്ചയിൽ 1-2 ദിവസം ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇലക്കറികളുടെ ഉപയോഗം നല്ലതായിട്ട് കൂട്ടാവുന്നതുമാണ്. ഡോക്ടർ, ഇപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് കൃത്യമായി കഴിക്കണമെന്ന്. പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ ഈ ഫ്രൂട്ട്സ് മധുരമുള്ളതാണ്. അപ്പം ഒരു പ്രമേഹ രോഗി മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കാമോ? ഈ പറഞ്ഞ എല്ലാ ഫ്രൂട്ട്സും പലപ്പോഴും ഈ ഒരു സമയത്ത് അവർക്ക് മധുരം കഴിക്കാനൊക്കെ കൂടുതൽ ആഗ്രഹം തോന്നുന്ന ഒരു സമയം കൂടിയാണല്ലോ. അപ്പം ഈ നിർബന്ധപൂർവ്വം ഒഴിവാക്കേണ്ട ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? പലപ്പോഴും ഈ ഒരു ടൈമിൽ ഓരോ സമയത്തും ഏറ്റവും അവൈലബിൾ ആവുന്ന ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ പറ്റുമോ? ആ കാര്യത്തെക്കുറിച്ച് ഏറ്റവും ഗ്ലൈസെമിക് ഇൻഡെക്സ് ഏറ്റവും കൂടുതലുള്ളത് തണ്ണിമത്തനാണ്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കഴിക്കാൻ ടെൻഡൻസി, ഒരു ചൂടുകാലം വന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ടെൻഡൻസി ഉണ്ടാകുന്നതും തണ്ണിമത്തനാണ്. അപ്പം അത് നമുക്ക് അപത്യമായിട്ട് തന്നെ പറയാവുന്നതാണ്. പേരയ്ക്കയാണ് കണ്ടതിൽ വെച്ചിട്ട് കുറച്ചും കൂടെ സേഫ് കഴിക്കാൻ, പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ കുറച്ചും കൂടെ സേഫ് പേരയ്ക്കയാണ്. ഓക്കെ ഡോക്ടർ, നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷക ചേരുകയാണ്. കണ്ണൂരിൽ നിന്നും ലളിത ചോദിച്ചോളൂ. ഹലോ ഹലോ, പറഞ്ഞോളൂ. ഞാൻ 42 വയസ്സ്. ഹലോ ഹലോ പറഞ്ഞോളൂ. ഹലോ, ഞാൻ ലളിത, ടിവിയുടെ ശബ്ദം കുറച്ച് വെച്ചിട്ട് ചോദിക്കൂ. ഹലോ ഹലോ കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ കണ്ണൂരിൽ നിന്നാണ്. പറഞ്ഞോളൂ. 62 വയസ്സ്. ഓക്കെ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം ഉണ്ട്. ഓക്കെ. എന്താണ് ബുദ്ധിമുട്ട്? എന്താണമ്മ?
ബുദ്ധിമുട്ട് ഷുഗർ തന്നെ. അത് ഇപ്പം ഭക്ഷണം കഴിക്കാതെ നോക്കിയിട്ട് 205 മെഡിസിൻ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? മരുന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ആ മരുന്ന് ഇംഗ്ലീഷ് ഗുളിക കഴിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഗുളിക കഴിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഗുളിക കഴിച്ചിട്ട് ഡോക്ടറിനെ പിന്നെ ചെക്കപ്പിന് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. റെഗുലറായിട്ട് പോകുന്നുണ്ടോ? ഇത് കുറയുന്നില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയിട്ട് 300 ഉണ്ടായിരുന്നു. ഓക്കെ, അമ്മ ആഹാരമൊക്കെ എങ്ങനെ കഴിക്കുന്നത്? രാത്രിയിൽ ചോറാണോ കഴിക്കുന്നത്? ഇപ്പം 1 മാസത്തിലധികമായിട്ട് രാത്രി ഭക്ഷണം ചോറൊന്നും തിന്നില്ല. രാത്രി കഴിക്കുന്നില്ല. ഉച്ചയ്ക്ക് ചോറ് കഴിക്കും? ഉച്ചക്ക് ഇപ്പം കുറച്ചേ ചോറുന്നില്ല ഞാൻ. ചായ കാപ്പിക്കകത്തൊക്കെ മധുരം ഇടുന്നുണ്ടോ? ഇല്ല, മരുന്നൊന്നും ഇല്ല. ഇടണില്ല. അമ്മയുടെ വീട്ടിൽ ആർക്കെങ്കിലും, അച്ഛനും അമ്മയ്ക്കും ആർക്കെങ്കിലും ഷുഗർ ഉണ്ടായിരുന്നോ? എന്റെ അമ്മക്കുണ്ടായിരുന്നു. അമ്മയ്ക്കുണ്ടായിരുന്നോ? ഓക്കെ. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കൈകാലിന് തരിപ്പോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? കുറച്ച് തരിപ്പും ഉണ്ട്, കടച്ചലും ഉണ്ട്. പിന്നെ വേദനയല്ലാതെ തരിപ്പ് പോലെ ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടോ? ഇപ്പൊ ക്ഷീണമുണ്ട്. ക്ഷീണം തോന്നുന്നുണ്ടോ? അമ്മ HbA1c എത്ര ഉണ്ടെന്ന് നോക്കിയായിരുന്നോ? ഹലോ, HbA1c എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. HbA1c അതൊന്ന് നോക്കണം. അതിൻ്റെ വാല്യൂ എത്ര ഉണ്ടെന്നൊന്ന് നോക്കണം. അമ്മയുടെ ഷുഗർ കൺട്രോൾഡ് ആകുന്നതാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ. എന്നിട്ട് ഇപ്പോൾ കഴിച്ചിരിക്കുന്ന മരുന്നിൻ്റെ എനിക്കറിയില്ല ഏതാ കഴിക്കുന്നതെന്ന്. ആ മരുന്ന് ഏതാണോ ആ ഡോക്ടറിനെ ഒന്നും കൂടെ ഒന്ന് കാണേണ്ടതാണ്. ഓക്കെ ഓക്കെ. ഇനി ആയുർവേദ മരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ആയുർവേദ ആശുപത്രി വല്ലതും ഉണ്ടോ? ഒത്തിരി ദൂരം പോകണോ? ഓക്കെ. ഏതെങ്കിലും അതായത് അടുത്ത ഡിസ്പെൻസറികൾ ഉണ്ടാവുമല്ലോ? ഉണ്ടല്ലോ. ഡോക്ടറിനെ നേരിട്ട് കാണണം കേട്ടോ. നേരിട്ട് കണ്ടിട്ട് അമ്മയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയതിന് ശേഷം അമ്മയ്ക്ക് അനുയോജ്യമായ മരുന്നാണ് തരേണ്ടത്. ഓക്കെ, എന്നാലേ കുറയുള്ളൂ. ഒന്ന് കൺസൾട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ? ഹലോ. ഓക്കെ, പ്രേക്ഷകയ്ക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. സമയക്കുറവ് മൂലം ഒന്ന് ഇടപെടുകയാണ് ഡോക്ടർ. നമുക്ക് നമ്മുടെ ഈ ഒരു ഹലോ ഡോക്ടറിൻ്റെ ഈ ഒരു സമയോട് അവസാനിക്കുകയാണ്. പ്രമേഹത്തെക്കുറിച്ച് വളരെയധികം സംശയങ്ങൾ ഇനിയും ഉണ്ടാകും. അത്തരം ഈ ഒരു സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. ഓക്കെ. ഇന്നത്തെ ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുമ്പോൾ തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ VS രഞ്ജുമോളാണ് നമുക്ക് പ്രമേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഡോക്ടർ വളരെയധികം നന്ദി. നമസ്കാരം. താങ്ക് യു. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നമസ്കാരം.